അശോക് മോച്ചി അഹമ്മദാബാദിലെ തെരുവിലെ ഒരു ചെരുപ്പ് കുത്തി. ഉനയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ദലിതർക്കൊപ്പം അയാളും ഉണ്ടായിരുന്നു. ദലിത് മുസ്ലിം ഐക്യം വേണമെന്നും ഈ മധ്യവയസ്കൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞുവരുന്നത് വെറും ഒരു ചെരുപ്പ് കുത്തിയെക്കുറിച്ച് മാത്രമല്ല. അശോക് മോച്ചി ആരായിരുന്നുവെന്നറിയണമെങ്കിൽ 14 വർഷം പിന്നിലേക്ക് നോക്കണം. 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു ചിത്രമുണ്ട്. ഒരു കൈയിൽ ഇരുമ്പുദണ്ടുയർത്തി അലറി വിളിക്കുന്ന ഗുജറാത്ത് വംശഹത്യയുടെ പ്രതീകമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ചിത്രം. സെബാസ്റ്റ്യൻ ഡിസൂസ എന്ന മാധ്യമപ്രവർത്തകൻ എടുത്ത ഫോട്ടോയിലൂടെ ലോകം ക്രൂരനായ വേട്ടക്കാരനായി കണ്ട അശോക് മോച്ചി തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറം തെരുവിലിരുന്ന് ചെരുപ്പ് തുന്നുന്നത്, കിടക്കാനിടമില്ലാതെ തെരുവിൽ അന്തിയുറങ്ങുന്നത്. ദലിത് മുസ്ലിം ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കലാപം കൊണ്ട് ആർക്കും നേട്ടമുണ്ടായില്ലെന്ന് പറയുന്ന മോച്ചി ജീവിക്കാനായി കുലത്തൊഴിൽ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഗുജറാത്ത് കലാപത്തിന്റെ ഇരയുടെ മുഖമായ കുത്തബ്ദീൻ അൻസാരിയെ മാസത്തിലൊരിക്കലെങ്കിലും കാണാറുണ്ടെന്നും അശോക് മോച്ചി പറയുന്നു. 2002 കലാപത്തെക്കുറിച്ച് മോച്ചി പറയുന്നതിങ്ങനെ: വലിയ തെറ്റായിരുന്നു അത്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കൂടുതൽ ആളുകളോട് സംസാരിക്കാറില്ല. എന്നാൽ സംസാരിക്കുന്നവരോട് മനുഷ്യത്വത്തെക്കുറിച്ച് പറയാതെ തനിക്ക് പിരിയാനുമാവില്ല. എന്തുതന്നെയായാലും കലാപാനന്തരം എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ ഉദാഹരണങ്ങളൊന്നും വേണ്ടിവരില്ല. കലാപത്തിന് ആഹ്വാനം ചെയ്തവർ ഒരുപക്ഷെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയേക്കാം. എന്നാൽ ഇരകളാക്കപ്പെടുന്നവർ, നേതൃത്വങ്ങളെ അന്ധമായി വിശ്വസിച്ചവർ, അവരിപ്പോഴും ജീവിതത്തോട്, അസമത്വങ്ങളോട് പടവെട്ടി അരികുകളിൽ തന്നെ കഴിയുന്നുണ്ട്.